മമ്മി, ഒരിക്കൽ പരിപൂർണമായിട്ട് തളർന്നു പോയല്ലേ അവൻ. കുറ്റക്കാരി ഞാനല്ലാതെ ഇരുന്നിട്ട് പോലും അതിനവൻ എന്റെ തലയ്ക്ക് നേരെയാ ചൂണ്ടുന്നത്. അതിന്റെ പ്രായശ്ചിത്തായിട്ടൊന്നും അല്ല. പെട്ടെന്ന് അവനെ വേദനിക്കുന്ന അവസ്ഥയിൽ കാണാൻ പറ്റാത്തോണ്ടാ. എടി, ഞാൻ പ്രസവിച്ച മോനല്ലേ ഇത്. ബോധമില്ലാതാവുന്നതുവരെ മദ്യപിച്ച് തളർന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നതിനേക്കാൾ എന്നോട് വെല്ലുവിളിച്ച് മുന്നിൽ നിൽക്കുന്ന അവനെയാ എനിക്കിഷ്ടം. അവനപ്പോൾ ജീവിക്കാണല്ലോ. എന്തായാലും നിങ്ങളിരുന്ന് സംസാരിക്കും. അളിയനോടുള്ള ആന്റിയുടെ സ്നേഹം ഇതിനു മുന്നേ തന്നെ നമുക്ക് മനസ്സിലായതാ. പക്ഷേ ആന്റി സ്നേഹം കാണിച്ച് അങ്ങോട്ട് ചെന്നാലേ ആന്റിക്ക് ആട്ടും തുപ്പും തന്നെയായിരിക്കും കിട്ടുന്നത്. അതിന് വിജയിക്കെന്താ? അവര് തമ്മിലാണെങ്കിൽ കഴിയണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല. ചേച്ചി പറയുന്നത് അതിന്റെ കാര്യം. ഏട്ടന്റെ കാര്യത്തിലേ മമ്മി തീരുമാനിക്കുന്നതല്ല നടക്കേണ്ടേ, ഞങ്ങൾ തീരുമാനിക്കുന്നതാ. എന്തൊരു കുടുംബം ഇത്! സത്യത്തിൽ ഇവിടെ ആർക്കെങ്കിലും ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ നിൽക്കുന്നു. അല്ല, ഞാനിപ്പോ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നേ? ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴണോ? അത്യാവശ്യം ഇവിടെ ഒരു ഭർത്താവ് ഉദ്യോഗമുണ്ട്. അതിന്റെ കൂലിയായിട്ട് 3 നേരം നന്നായിട്ട് കഴിക്കുന്നുമുണ്ട്. ഒതുങ്ങടാ 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 വിജയ്, നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നേ? ഒതുങ്ങടാ. ആരൊക്കെയോ വിളിച്ചു, ആരോടൊക്കെയോ പരാതി പറഞ്ഞു. ആരെങ്കിലും പരിഹാരത്തിനുള്ള മാർഗം പറഞ്ഞു തന്നോ? ഞാൻ സാറിനോട് ചോദിച്ചേ. താനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? തനിക്ക് കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. പിന്നല്ലാതെ ഇക്കാര്യത്തിന് എന്ത് ചെയ്യാനാ സർ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനിയിപ്പോ സാറിന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്റെ പേര് ഇൻവിറ്റേഷനിൽ കൊടുക്കാൻ അവര് തീരുമാനിച്ചെന്നിരിക്കട്ടെ. എന്നാലും അവരുടെ മനസ്സിൽ എന്റെ പേരെഴുതാൻ പറ്റുമോ സർ? അവരുടെ ആരുടെങ്കിലും ഒരാളുടെ മനസ്സിൽ എന്നെ കുറിച്ചൊരു നല്ല ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടാവോ? ഇല്ല സർ, ഞാൻ മരിക്കുന്നവരെ അതുണ്ടാവില്ല. എനിക്കതിൽ പരാതിയും ഇല്ല. സാറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വിഷമം. ചെയ്തിട്ട് ഒരു ഗുണമില്ലാത്തൊരു കാര്യം സാറ് വീണ്ടും വീണ്ടും ശ്രമിക്കല്ലേ? നന്ദിനി, ഇതൊക്കെ പറയുമ്പോ ഞാൻ എന്റെ അമ്മയോട് തർക്കിക്കാനും ബഹളം വെക്കാനും പുതിയൊരു കാരണം കണ്ടെത്തി എന്ന് മാത്രമേ തനിക്ക് തോന്നുള്ളൂ. അങ്ങനെ ആയിരിക്കും. പക്ഷെ എടോ, ഞാൻ ഫൈറ്റ് ചെയ്യുന്നതേ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ, അവളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാ. അതിൽ തോൽക്കാതിരിക്കാൻ ഞാൻ നോക്കും. സാറ് വെറുതെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് എന്നെ വീണ്ടും വീണ്ടും കടക്കാരിയാക്ക. എന്നെ ഇങ്ങനൊന്ന് സ്നേഹിക്കണ്ട. എന്നെ ഇങ്ങനെ ആവണമെന്ന് വാശി പിടിക്കണ്ട സർ. ഞാൻ സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പകരം സാർ അതേ അളവില് ഒന്നെനിക്ക് തിരിച്ചറിയാൻ ശ്രമിക്കണം. സാർ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നൊരു ചിരിയുണ്ട്.
വല്ലപ്പോഴൊരിക്കല് തനിക്ക് സുഖമല്ലേ നന്ദിനിന്നൊരു ചോദ്യം. ഇടയ്ക്ക് ചേർത്ത് പിടിച്ച് കൂടെ നിർത്തൽ. ഇത്രയൊക്കെ തന്നെ മതി സർ. ഞാൻ ഈ ഭൂമിയില് ഏറ്റവും സന്തോഷമുള്ള പെണ്ണായിരിക്കും. ഭർത്താവിനോട് ഇത്രയും സിമ്പിളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒരു സ്ത്രീക്കും പറയാനുണ്ടാവില്ല. പോട്ടെ, നമുക്കിത് വിട്ടേക്കാം അല്ലേ? അപ്പോ അത് വിട്ടുകളയാൻ തീരുമാനിച്ചോ? എങ്കി നന്നായി. ഞാൻ താന്നിയൂരമ്മയോട് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നറിയോ? ഏറ്റവും വലിയ ഭക്തയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ, ഞാനത് വിട്ടു. എന്റെ താന്നിയൂരമ്മയെ രക്ഷപ്പെട്ടു. സർ, ഇനി നാളെ നേരം വെളുക്കുമ്പോ പുതിയ എന്തേലും വിഷയം പൊക്കി പിടിച്ചോണ്ട് വന്നേക്കല്ലേ? പോയി പോയി ഞാനൊരു വലിയ കുഴപ്പക്കാരനായി അല്ലോടോ. ആവാനൊന്നുമില്ല, മുൻപേ അങ്ങനെ തന്നെയല്ലേ. ഈ നാട്ടിൻപുറത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കള്ളു കുടിച്ച് അതിന്റെ പേരിൽ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയ അവനെ എന്താ പറയാ? ഒരു തല്ലിപ്പൊളിക്കൊടിയ, അങ്ങനല്ലേ? അതന്നല്ലേ സാറും ചെയ്തോണ്ടിരിക്കുന്നത്. മദ്യപിക്കുന്നു, നിലതെറ്റി വീട്ടിലേക്ക് കയറി വരുന്നു, കൺമുന്നിൽ ആരാണെന്ന് നോക്കാതെ ചീത്ത വിളിക്കുന്നു. ആ, പക്ഷെ സാറിനെ ആരെങ്കിലും വഴിവെക്കിന്ന് കുടിയാന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, അതാ വ്യത്യാസം. അതെന്ത് വ്യത്യാസം? ഈ കാശിന്റെ വ്യത്യാസം. നാട്ടിൻപുറത്തുള്ളവരെ ആർക്കും എന്തും പറയാം, സാറിന് എങ്ങനെ പറയാൻ പറ്റില്ല? അത്രേ ഉള്ളൂ. അതെ, മതി, എനിക്ക് മതിയായി. അതെ, ഇൻവിറ്റേഷനിൽ തന്റെ പേരില്ലെങ്കിൽ അച്ചടിച്ചത് എന്താണോ അത് വെച്ച് ഫംഗ്ഷൻ നടക്കട്ടെ. അതെ സർ, ആ ഇൻവിറ്റേഷനിൽ എന്താണോ അച്ചടിച്ചത് അത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ചേച്ചി, ഇന്നലെ മമ്മി ഇൻവിറ്റേഷൻ കൊണ്ടുവന്ന് വായിച്ചപ്പോ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നെ. സത്യത്തില് അവൻ എഴുന്നേറ്റപ്പോ ഞാൻ കരുതിയത് അവൻ ആ ഡൈനിങ് ടേബിൾ തട്ടിമറിച്ചിടുവെന്ന. ഒരു സൈലൻസ് മാത്രം. എന്തിനാ അധികം? ആ സൈലൻസ് മാത്രം പോരെ?